പശ്ചിമേഷ്യയിൽ സമാധാന കരാറായതോടെ ക്രൂഡ് ഓയിൽ വില താഴുന്നു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയുമോ? സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ബി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ ഒരിക്കൽ വില കൂട്ടിയാൽ പിന്നെ കുറയുന്ന പരിപാടി ഇന്ത്യയിലില്ല. ഇപ്പോഴും അത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ലോകത്തിന് ആശ്വാസമായി കഴിഞ്ഞ ദിവസമാണ് ഇറാനും അമേരിക്കയും ഈ സമാധാന കരാർ, അതിൻ്റെ ധാരണാപത്രത്തിൻ്റെ പ്രാഥമിക രൂപം, അതിന് ഡിജിറ്റൽ ഒപ്പ് ചാർത്തിയത്. ഇനി മറ്റന്നാൾ ജനീവയിൽ ഇതിൻ്റെ അന്തിമ ധാരണയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനിടെ ഇന്ത്യക്കാർ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഈ കഴിഞ്ഞ 3 മാസത്തിനിടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിലൊന്നും ഇന്ധനവില കൂടിയപ്പോഴൊക്കെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില, അസംസ്കൃത എണ്ണയുടെ വില കൂടിയപ്പോഴൊന്നും ഇന്ത്യ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും അതിന് തയ്യാറായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ധനവില ഉയർത്തുകയാണെങ്കിൽ അത് തിരിച്ചടിയാകും എന്ന കണക്കുകൂട്ടലിലായിരിക്കാം അത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരോ എണ്ണ കമ്പനികളോ പോകാൻ തയ്യാറാകാതിരുന്നത്. പക്ഷേ മെയ് 15-ാം തീയതിക്ക് ശേഷം 4 തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. ലിറ്ററിന് 7 രൂപ 50 പൈസ വരെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $120 വരെ ഉയർന്ന സാഹചര്യവും നാം കണ്ടതാണ്. ഇപ്പോൾ അതേസമയം ഈ സമാധാന കരാറിലേക്ക് എത്തുന്നു എന്ന് വന്നതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില ബാരലിന് $80 താഴുകയാണ് ചെയ്തത്. ഇനിയും ഒരുപക്ഷെ കൂടുതൽ താഴുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാജ്യത്തെ എണ്ണ കമ്പനികൾ ഈ വർദ്ധിപ്പിച്ച വില പിൻവലിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദ്രവീകൃത പ്രകൃതിവാതകം അടക്കമുള്ള കാര്യങ്ങൾ, അത് വിവിധ മേഖലകളിൽ ഈ വാഹനങ്ങൾ ഓടുന്നതിന് പെട്രോൾ, ഡീസൽ എന്നത് മാത്രമല്ല, രാജ്യത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദ്രവീകൃത പ്രകൃതിവാതകം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സുഗമമായ രാജ്യത്തേക്കുള്ള വരവ്, അതോടൊപ്പം തന്നെ അതിൻ്റെ വില കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ, വിമാന ഇന്ധന വില ഉയർന്നതിനെ തുടർന്ന് വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് വിമാന കമ്പനികൾ കടന്നിരുന്നു. ഇനിയിപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടി അങ്ങനെ ഈ എണ്ണയുടെ സുഗമമായ ഒഴുക്ക് രാജ്യത്തേക്ക് ഉണ്ടാവുകയും ഈ വില കയറ്റം അത് കുറയ്ക്കുന്നതിന് കേന്ദ്ര സർക്കാരും എണ്ണ കമ്പനികളും തയ്യാറാകുമോ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ പക്ഷേ പല വിദഗ്ധരും, സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പെട്ടെന്നൊരു വിലക്കുറവിലേക്ക് പോകില്ല എന്നതാണ്. അതിൻ്റെ നേട്ടം ഇപ്പോൾ ഈ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നതിലുള്ള നേട്ടം രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിനായിരിക്കും എണ്ണ കമ്പനികൾ പ്രധാനമായും ഊന്നൽ നൽകുക എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.